വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. മാത്തമാറ്റിക്കൽ അനാലിസിസിൻ്റെ ഒരു പുതിയ ലെക്ചറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് സീരീസിൻ്റെ കൺവേർജൻസുമായി ബന്ധപ്പെട്ട ഒരു ടെസ്റ്റ്, അതിന് നമ്മളെ സഹായിക്കുന്ന ഏബൽസ് തിയറം, ഇവ രണ്ടുമാണ് ഡിസ്കസ് ചെയ്തത്. സോ ഇൻ ദിസ് വീഡിയോ വി വിൽ ഡിസ്കസ് വൺ മോർ ടെസ്റ്റ് which will establish the convergence of a special class of series summation xn yn. Abel's test. So Abel's test says that if x is equal to xn is a convergent monotonic sequence and the series summation yn is convergent, then the series summation xn yn is also convergent. So xn എന്നുള്ളത് ഒരു കൺവേർജൻറ്റ് മൊണോട്ടോണിക് സീക്വൻസ് ആണ്. നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സമ്മേഷൻ എക്സൻ എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. സമ്മേഷൻ വൈ എൻ എന്ന് പറയുന്നത് വേറൊരു കൺവേർജൻസ് സീരീസാണ്. അതിൻ്റെ nth ടേമാണ് വൈ എൻ. സമ്മേഷൻ വൈ എൻ്റെ അകത്ത് nth ടേമാണ് വൈ എൻ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സീക്വൻസ് കൊണ്ടും എക്സ് എൻ എന്ന സീക്വൻസ് കൊണ്ട് വൈ എൻ എന്ന് പറയുന്ന വേറൊരു സീക്വൻസ് ഉണ്ട്. ഈ രണ്ട് സീക്വൻസിൻ്റെ പ്രോഡക്റ്റ് ഫോമിലുള്ള സമ്മേഷൻ എക്സ് എൻ വൈ എൻ എന്ന സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. സോ ദിസ് ഈസ് ദ റിസൾട്ട്. സോ ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്ത ഡിറിഷ്ലെ ടെസ്റ്റ് വെച്ചും ഒപ്പം ഏബൽസ് ലെമ്മ വെച്ചിട്ടുമായിരിക്കും നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ പ്രൂഫ്. So given that the sequence xn is actually a convergent monotonic sequence, for convenience we assume that xn is monotonic decreasing. And മൊണോട്ടോണിക് ആണെന്ന് തന്നിട്ടുണ്ട്. മൊണോട്ടോണിക് ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആകാം, പക്ഷെ നമ്മൾ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി മൊണോട്ടോണിക് ഡിക്രീസിങ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ആൻഡ് എക്സ് എൻ കൺവേർജസ് ടു എക്സ്. സീക്വൻസ് എക്സ് എൻ എക്സിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത് എന്നും അസ്യൂം ചെയ്യുന്നു. നമുക്ക് പ്രീവിയസ്ലി ഡിറിഷ്ലെ ടെസ്റ്റ് പറയുന്നത് നമുക്കൊരു മൊണോട്ടോണിക് ഡിക്രീസിങ് സീക്വൻസും ആ സീക്വൻസ് കൺവേർജസ് ടു 0 ആണെങ്കിൽ സമ്മേഷൻ എക്സ് എൻ വൈ എൻ കൺവേർജൻ്റ് ആണെന്ന് ഡിറിഷ്ലെ ടെസ്റ്റ് പറയുന്നുണ്ട്. സോ ഡിറിഷ്ലെ ടെസ്റ്റ് says that if we have a sequence, let's say if we have a sequence Zn which is monotonic decreasing and Zn converges to 0 and summation yn is convergent, then summation Zn yn is also convergent. That's the result. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത റിസൾട്ട്. പക്ഷേ ഇവിടെ ഈ ഡിറിഷ്ലെ ടെസ്റ്റിൻ്റെ കണ്ടീഷൻസ് എല്ലാം വാലിഡ് അല്ല. ഇവിടെ ഡിറിഷ്ലെ ടെസ്റ്റിന് ഇക്വലൻ്റ് ആയിട്ട് സമ്മേഷൻ വൈ എൻ കൺവേർജൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ് എൻ നമ്മളിപ്പോൾ അസ്യൂം ചെയ്ത് മൊണോട്ടോണിക് ഡിക്രീസിങ് ആണെന്ന്. ദ ഓൺലി കണ്ടീഷൻ വിച്ച് റിമെയിൻസ് ടു ബി സീൻ ഈസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ്. ഇവിടെ നമ്മുടെ സീക്വൻസ് എക്സിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്, 0യിലേക്കല്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. നമ്മൾ പുതിയൊരു സീക്വൻസ് ഡിഫൈൻ ചെയ്യുന്നു. അത് മൊണോട്ടോണിക് ഡിക്രീസിങ് ആയിരിക്കും. ആ സീക്വൻസ് കൺവേർജസ് ടു 0 ആയിരിക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ് കൺവേർജൻ്റ് ആണെന്ന് ഡിറിഷ്ലെ ടെസ്റ്റ് വെച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് അവർ ഒബ്ജക്റ്റീവ്. സോ ലെറ്റ് un is equal to xn minus x എന്നൊരു സീരീസ് കൺസിഡർ ചെയ്യുന്നു. xn monotonic decreasing ആയതുകൊണ്ട് un is also monotonic decreasing. So un is actually monotonic decreasing and limit of un is equal to limit of xn minus limit of x. xn converges to x and x is a constant sequence. This becomes x minus x is equal to 0. So un, sequence un is actually a monotonic decreasing sequence and un converges to 0. Okay. So ഇവിടെ un is equal to xn minus x എന്ന് എടുത്തത്, which implies xn is equal to un plus x എന്ന രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ.
So let's move on. ഇനി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യേണ്ട സീക്വൻസ് സമ്മേഷൻ എക്സ് എൻ വൈ എന്നാണ്. ഓക്കെ, വി ഹാവ് ടു സമ്മേഷൻ എക്സ് എൻ വൈ എൻ എന്ന് പറയുന്ന സീരീസിൻ്റെ കൺവേർജൻസ് ആണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. സമ്മേഷൻ എക്സ് എൻ വൈ എൻ ഈസ് എക്സ് എന്ന് പകരം യു എൻ പ്ലസ് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു എൻ പ്ലസ് എക്സ് ടൈംസ് വൈ എൻ വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ യു എൻ വൈ എൻ പ്ലസ് എക്സ് വൈ എൻ which is equal to summation un yn plus summation xyn. സോ സമ്മേഷൻ എക്സ് എൻ വൈ എന്നെ നമുക്ക് ഈ രണ്ട് സീരീസിൻ്റെ സമ്മായിട്ടാണ് നമ്മൾ എഴുതിയത്. ഇനിയും ഈ രണ്ട് സീരീസും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ സമ്മാണ് ഈ സീരീസും കൺവേർജൻ്റ് ആയിരിക്കും. സോ ഫസ്റ്റ് കൺസിഡർ സമ്മേഷൻ യു എൻ വൈ എൻ. സോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, യു എൻ സീക്വൻസ് യു എൻ ഈസ് ആക്ച്വലി monotonic decreasing and converges to 0, and summation yn is actually convergent. So by Dirichlet test xn ന് പകരം un എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. So by Dirichlet test summation un yn is convergent. Okay, next is summation xyn. This series is x times summation yn. നമുക്ക് ഓൾറെഡി അറിയാം സമ്മേഷൻ വൈ എൻ കൺവേർജൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും കൺവേർജൻസിനെ അഫക്റ്റ് ചെയ്യില്ല. സോ വിച്ച് മീൻസ് ഇറ്റ് ഈസ് കൺവേർജൻറ്റ്. ഓക്കെ, സോ ദിസ് സീരീസ് ഈസ് കൺവേർജൻറ്റ് ആൻഡ് ദിസ് സീരീസ് ഈസ് കൺവേർജൻറ്റ്. രണ്ട് സീരീസും കൺവേർജൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ സമ്മും കൺവേർജൻ്റ് ആണ്. അതിൻ്റെ സമ്മിനെയാണ് സമ്മേഷൻ എക്സ് എൻ വൈ എൻ ആയിട്ട് എഴുതിയത്. വിച്ച് മീൻസ് സമ്മേഷൻ എക്സ് എൻ വൈ എൻ ഈസ് ഓൾസോ കൺവേർജൻറ്റ്. സോ summation xn yn is also convergent. So നമുക്ക് ഫസ്റ്റ് പാർട്ടായി. Now observe that നമ്മളിത് പ്രൂവ് ചെയ്തത് we have assumed that our sequence is actually monotonic decreasing. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ സീക്വൻസ് ഇസ് monotonic എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. സോ monotonic decreasing ആകാം increasing ആകാം. So monotonic decreasing കേസിൽ we have proved that. Now consider the case when xn is monotonic increasing. So assume that xn is monotonic increasing and convergent തന്നിട്ടുണ്ട്. So xn converges to x. So xn monotonic increasing ആണെങ്കിൽ മൈനസ് എക്സ് എന്ന് പറഞ്ഞ സീക്വൻസ് കൺസിഡർ ചെയ്താൽ ഇത് monotonic decreasing ആയിരിക്കും. കാരണം ഇൻഇക്വാലിറ്റി മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിവേഴ്സ് ആകും. ഇൻക്രീസ് ചെയ്യുന്ന പാർട്ട് റിവേഴ്സ് ആയിട്ട് വരും. ആൻഡ് നൗ കൺസിഡർ, നമുക്ക് വേണ്ടത് ഡിറിച്ലെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു monotonic decreasing സീക്വൻസ് വേണം. അത് കൺവേർജസ് ടു 0 സോ ഇവിടെ മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ഇവിടെ എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആയതുകൊണ്ട് മൈനസ് എക്സ് എൻ കൺവേർജസ് ടു മൈനസ് എക്സ് ആണ്. നമുക്കത് 0 പോകണം. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മളൊരു പുതിയ സീക്വൻസ് കൺസ്ട്രക്റ്റ് ചെയ്യണം. സോ ലെറ്റ് യു എൻ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് കൺസിഡർ ചെയ്യാം. സോ മൈനസ് എക്സ് എൻ monotonic decreasing ആയതുകൊണ്ട് എക്സ് മൈനസ് എക്സ് എന്നും monotonic decreasing ആണ്. ആൻഡ് ലിമിറ്റ് ഓഫ് യു എൻ ഷുഡ് ബി ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് ഓഫ് എക്സ് എൻ, which should be equal to x minus x, which is actually equal to 0. So limit of un should be equal to 0. So actually un is monotonic decreasing and un converges to 0. That's the idea. And summation yn is convergent. Now നമുക്ക് കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് സമ്മേഷൻ എക്സ് എൻ വൈ എൻ എന്ന് പറയുന്ന സീരീസിൻ്റെയാണ്.
So un is assumed to be x minus xn. So un is equal to x minus xn. From that, we can write xn is equal to x minus un. So xn പകരം x minus un എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ this is actually summation x minus un times yn. It should be equal to summation x yn minus summation un yn. ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെഴുതാം. summation x yn minus summation un yn. സോ സമ്മേഷൻ എക്സ് ആൻഡ് വൈ എന്നെ നമ്മൾ ഈ രണ്ട് സീരീസിൻ്റെ ഡിഫറൻസ് ആയിട്ടാണ് എഴുതിയത്. സോ നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, ഈ രണ്ട് സീരീസും കൺവേർജൻ്റ് ആണെങ്കിൽ ദിസ് സീരീസ് ഈസ് ഓൾസോ കൺവേർജൻറ്റ്. ദാറ്റ്സ് ദ ഐഡിയ. സോ ഇവിടെ സമ്മേഷൻ വൈ എൻ കൺവേർജൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ വിച്ച് ഇംപ്ലൈസ് സമ്മേഷൻ എക്സ് വൈ എൻ ഈസ് ഓൾസോ കൺവേർജൻറ്റ്. കാരണം ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക മാത്രമേ ഉള്ളൂ സമ്മിന്. നൗ also un is monotonic decreasing and un converges to 0 and summation yn converges. So by Dirichlet test, we can have summation un yn is convergent. സോ ഇത് കൺവേർജൻ്റ് ആണെങ്കിൽ ഈ രണ്ട് സീരീസും കൺവേർജൻ്റ് ആണ്. സോ അതിൻ്റെ ഡിഫറൻസും കൺവേർജൻ്റ് ആണ്, വിച്ച് മീൻസ് സമ്മേഷൻ എക്സ് എൻ yn is also convergent. സോ നമ്മൾ മൊണോട്ടോണിക് ഇൻക്രീസിങ്ങിൻ്റെ കേസും എടുത്തു, മൊണോട്ടോണിക് ഡിക്രീസിങ് കേസും സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. സോ അവർ സീക്വൻസ് എക്സ് എൻ മൊണോട്ടോണിക് ആയാൽ മതി, കൺവേർജസ് ടു എനി ഗിവൺ റിയൽ നമ്പർ ആണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സമ്മേഷൻ വൈ എന്നും കൺവേർജൻ്റ് ആണെങ്കിൽ സമ്മേഷൻ എക്സ് എൻ വൈ എൻ എന്ന് പറഞ്ഞ സീരീസ് കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും. സോ നമ്മൾ ഇവിടെ സീക്വൻസ് മൊണോട്ടോണിക് ആണെന്ന് തന്നിട്ടുള്ളൂ, കൺവേർജസ് ടു എക്സ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു, രണ്ട് കേസായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എക്സ് എൻ ഈസ് മൊണോട്ടോണിക് ഡിക്രീസിങ് ആൻഡ് എക്സ് എൻ ഈസ് മൊണോട്ടോണിക് ഇൻക്രീസിങ്. നമ്മൾ ഡിറിച്ലെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് കേസിൽ മൊണോട്ടോണിക് ഡിക്രീസിങ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്, കൺവേർജസ് ടു 0 ആകണം. സോ അതിന് വേണ്ടി നമ്മൾ യു എൻ ഈസ് ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ അത് കൺവേർജസ് ടു 0 ആകും. എന്നിട്ട് നമ്മൾ എക്സ് എന്നിന് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വി പ്രൊസീഡ്. ഓക്കെ. സിമിലർലി നമ്മൾ എക്സ് എൻ മൊണോട്ടോണിക് ഇൻക്രീസിങ് ആണെങ്കിൽ അത് ആദ്യം ഡിറിച്ലെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി മൊണോട്ടോണിക് ഡിക്രീസിങ് ആക്കണം, അതിനുവേണ്ടി മൈനസ് എക്സ് എൻ ആക്കുന്നു. ഇനി കൺവേർജസ് ടു 0 ആക്കാൻ വേണ്ടി യു എൻ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. സോ ദിസ് ഈസ് ദ ഐഡിയ റിഗാർഡിംഗ് ഏബിൾസ് ടെസ്റ്റ്. ഓക്കെ. സോ മറ്റേ ടെസ്റ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ വീക്കർ കണ്ടീഷൻസ് ആണ്. ഇവിടെ സീക്വൻസ് മൊണോട്ടോണിക് ഡിക്രീസിങ് ആകണമെന്ന് നിർബന്ധമില്ല. ഇവിടെ സീക്വൻസ് മൊണോട്ടോണിക് ആയാൽ മതി, കൺവേർജസ് ടു 0 ആകണമെന്നുള്ള റെസ്ട്രിക്ഷൻ ഇല്ല, കൺവേർജൻ്റ് ആയാൽ മതി. ഓക്കെ. സോ ദിസ് ഈസ് ആക്ച്വലി ദ ജനറൽ ടെസ്റ്റ് റിഗാർഡിംഗ് ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് സമ്മേഷൻ എക്സ് എൻ വൈ എൻ. സോ താങ്ക് യു.